ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ BMR എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മൾ 2 BMR എടുക്കാൻ വേണ്ടി പോവാണ്. ഫ്രഷ് ഒന്നുമല്ല, സെക്കൻഡ് ഹാൻഡാണ്. BS3 മോഡലാണ്. ഒന്ന് ഗ്രാൻഡ് BMR, ഒന്ന് BMR ബോസ്. അങ്ങനെ 2 BMR നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ, കാരണം എല്ലാ വണ്ടിയും നമ്മുടെ ഇപ്പോൾ ട്രിപ്പ് പോകുന്നുണ്ട്. അത് കാരണം ഇപ്പം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് ഓടുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെന്തായാലും എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബീസ്റ്റ് കുട്ടനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബീസ്റ്റ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ലൊരു പുഴ കണ്ടപ്പോൾ, പുഴയല്ല പുഴയാണ്, പുഴ അത് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വണ്ടി എടുക്കാനും പോകല്ലേ. അപ്പോൾ നമ്മുടെ ബീസ്റ്റ് ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ബീസ്റ്റ് മൈസൂരൊക്കെ പോയിട്ട് വന്നതാണ്. വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ വണ്ടി ഫുള്ള് ക്ലീനാക്കി. അപ്പോൾ നമ്മൾ വേറെ വണ്ടിയൊന്നും ഇല്ല. അസുരയും അതേപോലെ മാർക്കൊക്കെ ട്രിപ്പ് പോയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ പുതിയ സെഡോണും ഇപ്പോൾ ഏകദേശം പണിയൊക്കെ തീർത്തു. കുറച്ച് സെറ്റ് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവനെയും കൂടി റിലീസാക്കാൻ വേണ്ട. അപ്പോൾ നമുക്ക് BMR എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ, എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇനി 2 പേരും കൂടി സെറ്റാക്കണം ഗൈസ്. കാരണം നല്ല നല്ല വൃത്തിയുള്ള, നല്ല കേൾക്കാൻ നല്ല മെനയുള്ള 2 പേരെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ് നിങ്ങൾ. ഇപ്പോൾ നമ്മുടെ ബീസ്റ്റ് കുട്ടൻ ഇവിടെ ഉണ്ട്. നല്ല വൃത്തിയിൽ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ BMRൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡാണ് വണ്ടി. അപ്പോൾ ഒരുപാട് ഓടിയിട്ടൊന്നുമില്ല, കുറച്ച് ദൂരം തന്നെ ഓടിയിട്ടുള്ളൂ. വണ്ടി കണ്ടാൽ നിങ്ങൾ എന്തായാലും ഫ്രഷ് പോലെ തോന്നും. കാരണം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നടന്നതാണ് അവർ. അപ്പോൾ നമ്മൾ വേറെ ടീമിൻ്റെ നിന്ന് എടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവൻ്റെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. അവരിപ്പോൾ വണ്ടി ഫുള്ള് സ്റ്റിക്കറൊക്കെ കളഞ്ഞ് ഫ്രഷായിട്ട് നല്ല വൈറ്റിൽ ആണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാം നല്ല കളഞ്ഞ് വൃത്തിയിൽ, എന്താ പറയുക, ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല വണ്ടിയിൽ. ടയർ വരെ പുതിയ ടയറാണ്. അതാണ് എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് വേറൊന്നും നോക്കാണ്ട് 2 വണ്ടി അപ്പോൾ തന്നെ സ്പോട്ടിൽ നമ്മൾ എടുത്തു. അഡ്വാൻസ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ നിന്നില്ല. റെഡി ക്യാഷ് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്ത് വണ്ടി ഇപ്പോൾ അവൻ്റെ ഷോപ്പിൽ ഇട്ടിട്ടുണ്ട്. 2 വണ്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെയും വിളിച്ചിട്ടുണ്ട്. അവൻ ബാക്കിലിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ വരാൻ എനിക്ക് താല്പര്യമില്ല പറഞ്ഞപ്പോൾ ശരി വേണ്ടി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അവനും കാരണം 2 വണ്ടി ഉണ്ടല്ലോ, 2 വണ്ടിയും കൂടി എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ അവനെയും കൂടി വിളിച്ചതാണ്. അപ്പോൾ 2 പേരും കൂടി വണ്ടി എടുത്തിട്ട് വരാമല്ലോ. ബീസ്റ്റ് പിന്നെ അവിടെ ഇരിക്കട്ടെ. ബീസ്റ്റിന് വേറെ ഡ്രൈവർ വന്ന് എടുത്തിട്ട് വയ്ക്കോളും. കാരണം ഇവിടെ നിന്ന് ഇനി ബീസ്റ്റ് നേരെ കൊടൈക്കനാലിരിക്കില്ല, ഊട്ടിക്ക് തോന്നുന്നു. 4 ദിവസത്തെ ഒരു പാക്കേജ് കിട്ടിയിട്ടുണ്ട് ബീസ്റ്റിന്. അപ്പോൾ എന്തായാലും ഇന്ന് ബീസ്റ്റ് പുകയിലേ വേണ്ടിട്ട് നമ്മൾ ഇന്ന് ബീസ്റ്റും കൊണ്ട് വന്നത്. കാരണം വേറെ വഴിയില്ല, വേറെ ബസ്സൊക്കെ ട്രിപ്പ് പോയിരിക്കണം. കാരണം പിന്നെ ലൈൻ ബസ് പിടിച്ചിട്ട് വരേണ്ടി വരും. പിന്നെ സ്വന്തമായിട്ട് ബസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്ന് ബീസ്റ്റ് വൈകുന്നേരം പോകും. അപ്പോൾ ഇവൻ്റെ ഷോപ്പിൽ തന്നെ കിടക്കട്ടെ വേണ്ട. കാരണം ബീസ്റ്റിന് ബാക്ക് ടയറിൻ്റെ അവിടെ ചെറിയ ഒരു പഞ്ചർ എന്തോ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ അത് റെഡിയാക്കിയിട്ട് നമ്മൾ വേറെ ഡ്രൈവർ വന്നിട്ട് എടുത്തിട്ട് വയ്ക്കോളും. അപ്പോൾ അത് സീനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് ഇനി അവിടേക്ക് വിടാം. ഓക്കെ, നമുക്ക് നേരെ അവൻ്റെ ഷോപ്പിലേക്ക് വിടാം. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ഇവിടെ അവൻ്റെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബസ് നിൽക്കുന്നത് 2 BMR ഉള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് പാർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അവിടേക്ക് വേറെ വണ്ടികൾക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ ഒരു കട കണ്ടു. അപ്പോൾ ഈ കടയാണെങ്കിൽ അന്ന് ഓഫാണ്, കടയൊന്നും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ചോദിച്ചപ്പോൾ ആൾ നിർത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി എടുത്തതും കൊണ്ട് ഇവിടെ നേരെ നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ബസ്സാണ്, പക്ഷെ നല്ല വൃത്തിയുള്ള ബസ്സാണ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കി നിങ്ങൾ കണ്ടാൽ എന്തായാലും പറയില്ല സെക്കൻഡ് ഹാൻഡാണെന്ന്. കാരണം ഫ്രഷ് പോലെയുണ്ട് സാധനം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് നേരെ ബസ്സിൻ്റെ അങ്ങോട്ട് ഇവിടെ നമ്മുടെ ബീസ്റ്റ് ഇവിടെ കിടക്കട്ടെ. നമുക്ക് നേരെ ഇനി വണ്ടി എടുക്കാൻ വേണ്ടി പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ടി ഉള്ളത്. നമുക്ക് എന്തായാലും എല്ലാം റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ അവൻ്റെ ഷോപ്പിൻ്റെ അങ്ങോട്ട് പോകാം. 2 BMR എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഒരു ഗ്രാൻഡ് BMR, ഒരു BMR ബോസ്. അപ്പോൾ ഇതെന്തോ ഒരു ശവത്തിന് കുഴിച്ചിരുന്ന സ്ഥലം തോന്നുന്നു ഗൈസ്. ഈ മറയണ സംഭവം അതിൻ്റെ അടുത്താണ് ഈ ഷോപ്പുള്ളത്. രാത്രിയൊക്കെ എങ്ങനെ ഇവിടെ ഇരിക്കണമെന്തോ ഇവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇവർക്ക് നേരത്തെ കുറേ ബസ്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ പുതിയ ബസ്സൊക്കെ എടുത്തപ്പോൾ ഈ ബസ് ഓട്ടുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. കാരണം പക്ഷേ ഇട്ടാലും ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ല, ഇതാണ് നമ്മുടെ ബസ്, നമ്മുടെ BMR. ഇതാണ് ഗ്രാൻഡ് BMR ബോസ് അപ്പുറത്തുണ്ട്. ഇത് ഗ്രാൻഡ് BMR ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി നല്ല ഫ്രഷ്, നമ്മളിപ്പോൾ ഇറക്കി കൊണ്ടുവന്ന പോലെയുണ്ട് നമ്മുടെ ബസ്. ഇപ്പോൾ BS3 ആണ് മോഡല്. അപ്പോൾ ഗ്രാൻഡ് BMR BMR ബോസ് അപ്പുറത്തുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം. ഇത് സെക്കൻഡ് ഹാൻഡാന്ന് കണ്ടാൽ പറയൂ ഗൈസ്, നിങ്ങൾ തന്നെ പറ.
ഒരു സ്ക്രാച്ച് ഇല്ല, ഒരു ഒന്നുമില്ല, ഒരു പൊടി പോലും കാണാനില്ല. അമ്മാതിരി ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുക. നമ്മൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ നല്ല ഫ്രഷാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ബാക്കിലത്തെ വീൽ കപ്പ് കണ്ടില്ലേ, വൈറ്റ് കളർ വീൽ കപ്പ്. അതുപോലെ ബാക്കിലും പിക്സലുണ്ട്, ഫ്രണ്ടിലും പിക്സലുണ്ട്. ഓക്കെ, ബാക്കിലൊരു വയലറ്റ് കളർ പിക്സലും ഫ്രണ്ടിൽ ഒരു റെയിൻബോ ടൈപ്പ് പോലത്തെ ഒരു പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് BMRലും റെയിൻബോ ടൈപ്പ് തന്നെയാണ്. പിന്നെ ഇൻറ്റീരിയർ വരുന്നത് വയലറ്റ് കളർ ടൈപ്പ് ഒരു ടച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ BMR. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത BMR അപ്പുറത്തുണ്ട്. എന്തായാലും ഇത് വിശദീകരിച്ച് കാട്ടിത്തരാം. എന്തായാലും കണ്ടില്ല, ഇതാണ് ഇൻറ്റീരിയർ കാര്യങ്ങൾ വരുന്നത്. അതേപോലെ ലിപ്പ് വയ്ക്കാനുണ്ട്. പിന്നെ വേറെ ബസ്സിലും ലിപ്പില്ല, രണ്ടിലും ലിപ്പില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും സ്റ്റാർട്ടാക്കി കൂടി കാണിച്ചു തരാം. അല്ല, നമുക്ക് ഇൻറ്റീരിയർ എന്തായാലും ഫസ്റ്റ് കാട്ടിത്തരാം. ഇതാണ് ഇപ്പോൾ ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ ഈ ബസ്സിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇനി വണ്ടി ഫുള്ള് വർക്ക് എടുക്കണം. ഇനി സെറ്റ് വർക്കും ഇൻറ്റീരിയർ വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഉണ്ടല്ലോ. നമുക്കിനി ഗ്രാഫിക്സും കൂടി ചെയ്താൽ മതി. പിന്നെ രണ്ട് പേരും കൂടി സെറ്റാക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റിൽ രണ്ട് പേരെന്തായാലും പറയാം. നല്ല കേൾക്കാൻ നല്ല മെനയുള്ളൊരു പേര് പറയണം. ഓക്കെ, അത്യാവശ്യം നല്ല ഗത്തുള്ളൊരു പേര്. പിന്നെ എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കി കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ BMR, ഗ്രാൻഡ് BMR. ഇപ്പോൾ ഡോറൊക്കെ ഇങ്ങനെയാണ് തുറക്കുന്നത് ഉള്ളിക്കായിട്ട്, കണ്ടില്ലേ? BS3 ആണ് മോഡൽ. ഇതിൽ കുറേ പണിയെടുക്കാനുണ്ട് ഗൈസ്. ഗ്രാഫിക്സ് കാര്യങ്ങൾ നല്ല വൃത്തിയുള്ള ഗ്രാഫിക്സ് സെറ്റാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനിയിപ്പോൾ അടുത്തത് ഇനിയൊരു വീഡിയോ കൂടി ചെയ്യണം. ഇനി അസുരൻ്റെ ഒരു ട്രിപ്പ് പോകാനൊരു വീഡിയോ ഉണ്ട്, അതിനെ എഡിറ്റ് ചെയ്തിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ അത് സെറ്റാക്കണം. ബീസ്റ്റ് പിന്നെ ഇന്ന് വൈകുന്നേരം ട്രിപ്പ് പോവും. അതേപോലെ അസുര ഇപ്പോൾ ഓൾറെഡി ട്രിപ്പിലാണ്. നമ്മുടെ ഡ്രൈവർ വീഡിയോ എടുക്കുമെന്ന് വിചാരിക്കണം. അങ്ങനെ എടുത്തില്ലെങ്കിൽ ഇനി ഒരു ട്രിപ്പും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് അപ്പം സെറ്റാക്കാം. ഓക്കെ, അതിന് നമ്മുടെ പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാക്കണം. ഇനിയിപ്പോൾ നമുക്ക് BMR ആയി. ഇപ്പോൾ നമുക്ക് മൊത്തം അസുര 1, ബീസ്റ്റ് 1, മാർക്കോ 1, ഇനി 2 BMR 1, മൊത്തം 5. ഇനി പുതിയൊരു സെഡോൺ വരുന്നുണ്ട്, അപ്പോൾ 6. അങ്ങനെ 6 ബസ് നമുക്കുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ പുതിയ ചേസ് എടുത്തല്ലോ, ഇന്നലെ മില്ലാന്നിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണുക. ഓക്കെ, ആ ചേസ് എടുത്ത ഇനി പണി ഇറക്കാനുണ്ട്. എന്തൊക്കെയാണ് പറയണത്, ഞാൻ പ്രകാശിൽ നിന്ന് കയറ്റി പണി ഇറക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടി 7 ബസ്സായി കഴിച്ചു നമ്മുടെ കയ്യിൽ, എപ്പിക് സോളിഡേഴ്സിൻ്റെ. അപ്പോൾ ഇതാണ് ലൈറ്റ് വർക്ക് കണ്ടല്ലേ. ഞാൻ എന്തായാലും ഇൻറ്റീരിയർ ഒന്നും കൂടി കാട്ടിത്തരാം. ഓക്കെ, ലൈറ്റ് വർക്ക് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരുപാട് നമ്മൾ കുളമാക്കിയിട്ടില്ല. അവർ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള വർക്ക് തന്നെ ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? പിക്സൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇനി എന്തായാലും ഇനി BMR ബോസ് കാണാൻ വേണ്ടി പോകും. അത് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഏകദേശം 2 സെയിം തന്നെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ബസ്സിൻ്റെ ലൈറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെ. ആകെ വ്യത്യാസം വരുന്നത് ഇൻറ്റീരിയർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇൻറ്റീരിയർ BMR ബോസിൽ റെഡും ഇതിൽ വയലറ്റും. ആ ബസ് കാണാൻ വേണ്ടി പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അടുത്ത ബസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പുറത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. ഈ മതിലിൻ്റെ അപ്പുറത്ത് തന്നെ നിർത്തിയിട്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇതിൽ കൂടെ പോയി കാട്ടിത്തരാം, ബാക്കിൽ കൂടെ പോയി കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ BMR ബോസ്. ഓക്കെ, നേരത്തെ കണ്ടത് ഗ്രാൻഡ് BMR, ഇത് BMR ബോസ് കണ്ടില്ലേ? ഇതിൻ്റെ ബാക്കിലും പിക്സലുണ്ട്. ഇതിൻ്റെ പിക്സൽ പിന്നെ റെഡ് കളറാണ്. വണ്ടി എന്തായാലും ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ ഒരു ചന്തം ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ നേരെ തമ്പനയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കണമല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ലോവർ ബോഡിയിൽ ലൈറ്റ് വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ ലിപ്പിൻ്റെ താഴെ ലൈറ്റ് കണ്ടില്ലേ? ഈ താഴെ കൂടെ പിക്സൽ പോലത്തെ ലൈറ്റ് വരുന്നുണ്ട്, സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങൾ. രാത്രി നല്ല വൃത്തിയിലത് കാണും. ഞാൻ ഷോർട്സ് എന്തോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ട് നോക്കുക. ഓക്കെ, ഇതിൻ്റെ താഴെ ആ പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം ഗ്രാൻഡ് BMRൽ അതില്ല, BMR ബോസിൽ അതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്, കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളറാണ് ഫുൾ ഇൻറ്റീരിയർ കാര്യങ്ങൾ. രണ്ടും സെയിമാണ്, ഒരേ കിലോമീറ്റർ അല്ല, കുറച്ചും കൂടി കൂടുതലുണ്ട് ഗ്രാൻഡ് BMRന്. അതിന് കുറച്ച് കമ്മിയാണ്, അത്രയൊക്കെ വ്യത്യാസം ഉള്ളൂ. പിന്നെ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. ഇനി ഇത് നമ്മുടെ കയ്യിലാണ്, ഇനി നമ്മൾ നോക്കണ പോലെ ഉണ്ടാവും ഈ വണ്ടി എങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയറാണ്. വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫിക്സും കൂടി അടിച്ച് നല്ല പേരും വെച്ചും കൊണ്ട് നമുക്ക് ട്രിപ്പിന് ഇറക്കിയാൽ മാത്രം മതി. ഇനി പുതിയ ട്രിപ്പ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്യണം. ഇനി നല്ല ട്രിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക്. പക്ഷേ നമ്മൾ ചിലതൊന്നും വീഡിയോ എടുക്കുന്നില്ല, കാരണം ഒന്നാമത് നല്ല തിരക്കാണ് കഴിച്ച്. ഞാൻ ഇതേമാതിരി ഓരോ ബസ്സിൻ്റെ പുറകെ നടക്കും. നമ്മുടെ കൂടെയുള്ള ഡ്രൈവറൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്യില്ല, കാരണം അവർക്ക് ഓട്ടാനുള്ള തന്നെ ഉള്ളൂ. കാരണം അതിനാ കോൺസെൻട്രേഷൻ ചെയ്യുക. പിന്നെ കിളിയും അങ്ങനെ വീഡിയോ എടുക്കില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നത്. നമുക്കാണ് ഈ മെയിനായിട്ട് ഈ വ്ളോഗ് ചെയ്യണതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത് നമ്മുടെ BMR ബോസിൽ. ഓക്കെ, റെഡ് കളർ. ഇത് അതിനെയും കാട്ടി കുറച്ചും കൂടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം റെഡ് കളർ കുറച്ച് ഫിനിഷിംഗ് ഉണ്ട്.
അങ്ങനെയല്ല, രണ്ടും നല്ല തന്നെയാണ്. അളുമ്പെന്ന് പറയുന്നില്ല ഞാൻ, പക്ഷേ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെയാണ്, BMR ബോസിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോസ്. ഓക്കെ, സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇതിൽ നല്ല ഗ്രാഫിക്സ് ചെയ്യണം, അതേപോലെ നല്ല പേര് കാര്യങ്ങൾ കൊടുക്കണം, എന്നിട്ട് നമ്മുടെ വണ്ടി ചെക്കനെ പുറത്തിറക്കണം. അതേപോലെ ഇനി നമുക്ക് എന്താ മെയിനായിട്ട് പരിപാടി വെച്ചാൽ, ഇനിയിപ്പോൾ ഇവിടെ ബീസ്റ്റ് നമ്മുടെ ഇവിടെ അപ്പുറത്ത് കിടക്കണ്ടല്ലോ, അത് വേറെ ഡ്രൈവർ വന്ന് എടുത്തിട്ട് പോയിക്കോളും. പഞ്ചർ കാര്യങ്ങളെന്തോ ഉണ്ട്, അതിന് ചെറിയൊരു ലീക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ചെറുതായിട്ട് എയർ പോകുന്നുണ്ട് ബാക്ക് ടയറിൽ. അപ്പോൾ അതൊന്ന് ഫിക്സ് ആക്കിയിട്ട് വൈകുന്നേരം നേരെ ബീസ്റ്റ് ട്രിപ്പിന് പോകും. നമുക്ക് എന്തായാലും നമ്മുടെ വേറെ ഡ്രൈവറും കൂടെ വന്നിട്ടുണ്ട്, ഫ്രണ്ട്. അവൻ എന്തായാലും ഗ്രാൻഡ് BMR എടുത്തിട്ട് വയ്ക്കോളും. അവൻ എടുത്തിട്ട് പോയി. ഇതാ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ബാക്കിൽ കൂടെ അവൻ പോയി. അപ്പോൾ നമുക്ക് ഈ ബസ് എടുത്തുകൊണ്ട് നമുക്ക് ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് വരണം. ഓക്കെ, ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ, ഒരു 80-90 കിലോമീറ്റർ സംതിങ് എന്തോ ഉള്ളൂ. പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകണമല്ലോ, അങ്ങനെ തൃശ്ശൂർ 70 സംതിങ് ഉള്ളൂ. ഒരു 90 കിലോമീറ്റർ സംതിങ് എന്തോ ഉള്ളൂ ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക്. ബസ് ഇങ്ങനെ കിടക്കുമ്പോൾ പ്രത്യേക ചന്തം ഉണ്ടല്ലോ ഗൈസ് എന്തായാലും. അപ്പോൾ ഇതൊക്കെ തന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ബസ്സിൻ്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം, അതൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അതേപോലെ ഞാൻ പറയുന്നതിൽ കുറേ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ക്ഷമിക്കുക. ഓക്കെ, അതേപോലെ നമ്മുടെ ബസ്സിൻ്റെ മോഡലിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.